വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സമ ഫാത്തിമ കദം അക്കാഡമിക് ക്ലാസ്സിൽ 5ൽ പഠിക്കുന്നു. അൽഹംദുലില്ലാഹ്, കദം അക്കാഡമിക് ക്ലാസ്സിൽ ഞാൻ പാഠപുസ്തകങ്ങളല്ലാതെ കുറേ ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്നൊരു ചരിത്രമാണ് പറയാൻ പോകുന്നത്. സംസം വെള്ളത്തിന്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ പത്നിയായിരുന്നു സാറ ബീബി. അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ സാറ ബീബി പറഞ്ഞു, നീ വേറെ കല്യാണം കഴിച്ചോളൂ, വളരെ സുന്ദരിയുമായ ചെറുപ്പക്കാരിയുമായ ഹജ്ര ബീബിയെ കല്യാണം കഴിച്ചോളൂ. ഇബ്രാഹിം നബി സമ്മതിച്ചില്ല. പിന്നെ തനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് സമ്മതിച്ചു. പിന്നീട് ഇബ്രാഹിം നബിയും ഹജ്ര ബീബിയും കല്യാണം കഴിച്ചു. പിന്നീട് അവർക്കൊരു കുട്ടിയുണ്ടാവാൻ വേണ്ടി സാറ ബീബി പ്രാർത്ഥിച്ചു. പിന്നെ അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. പിന്നീട് അവർക്കൊരു ആൺകുട്ടി അള്ളാഹു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ആൺകുട്ടിക്ക് ഇസ്മായിൽ എന്ന് പേരിട്ടു. അവർക്ക് വളരെ സന്തോഷമായി. ആ സന്തോഷം അധികം കാലം നീണ്ടില്ല. കാരണം ഇബ്രാഹിം നബി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നൊരു സ്വപ്നം കണ്ടു. ഹജ്ര ബീബിയും ഇസ്മായിൽ നബിയും ആരില്ലാത്തൊരു സ്ഥലത്ത് പോയി കൊണ്ടുവിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് സങ്കടമായി. കാരണം ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഇത് അള്ളാഹു പറഞ്ഞതാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇബ്രാഹിം നബി പോയി ഹജ്ര ബീബിയോട് പറഞ്ഞു. പെട്ടെന്ന് തയ്യാറാവൂ കുഞ്ഞിനെ കൂട്ടി. ഹജ്ര ബീബി ഒന്നും പറയാതെ തയ്യാറായി. പിന്നീട് അവർ മർവ എന്ന പർവ്വതത്തിലെത്തി. അപ്പോൾ ഹജ്ര ബീബിയും ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഹജ്ര ബീബി പൊട്ടിക്കെറിഞ്ഞുകൊണ്ട് ചോദിച്ചു, എവിടെയാ ഞങ്ങളെ ഒറ്റക്കാക്കി പോകുന്നതെന്ന് ചോദിച്ചോണ്ട് നിന്നു. അപ്പോൾ ഇബ്രാഹിം നബി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഹജ്ര ബീബിക്ക് തോന്നി, ഇത് അള്ളാഹു പറഞ്ഞതാണോ? അപ്പോൾ ഹജ്ര ബീബി ചോദിച്ചു, ഇത് അള്ളാഹു പറഞ്ഞതാണോ? അപ്പോൾ ഇബ്രാഹിം നബി തലയാട്ടി. അപ്പോൾ ഹജ്ര ബീബിക്ക് മനസ്സിലായി ഇത് അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ ഹജ്ര ബീബി ഉറക്കെ പറഞ്ഞു, ഇനി നമുക്ക് പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോളൂ, നമ്മളെ അള്ളാഹു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നീട് അവർക്കാകെ 2 ദിവസത്തെ ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞു. ഇസ്മായിൽ നബി കരയാൻ തുടങ്ങി വിശന്നിട്ട്. അപ്പോൾ ഹജ്ര ബീബി മർവ എന്ന പർവ്വതത്തിൽ പോയി നോക്കി. അവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു പോയി നോക്കി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ തൊട്ടടുത്തായിരുന്നു സഫ എന്ന പർവ്വതം. അവിടെയും പോയി നോക്കി. അവിടെയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹജ്ര ബീബിക്ക് തന്റെ കുഞ്ഞിന്റെ അടുത്ത് പോവാൻ സമയമായി. പോവാൻ കീയുമ്പോൾ അവിടുന്ന് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ ഹജ്ര ബീബി ചെവി കൂർത്തു നിന്ന് കേട്ടു. അപ്പോൾ അവിടെ പിന്നെയും കേട്ടു. അപ്പോൾ ഹജ്ര ബീബി പറഞ്ഞു, ആരാണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മലക്ക് ഭൂമിയിൽ നിന്ന് കുഴിക്കുന്ന കണ്ടു. അപ്പോൾ ഹജ്ര ബീബി അത്ഭുതപ്പെട്ടു. പിന്നീട് ഹജ്ര ബീബി അത്ഭുതപ്പെട്ടു നോക്കുമ്പോഴത്തേക്കും മലക്ക് കുഴിക്കുമ്പോഴത്തേക്കും അവിടെ നിറയെ വെള്ളമായി. അപ്പോൾ ഹജ്ര ബീബി അത്ഭുതത്തോടെ പറഞ്ഞു, എന്താ ഇത്, മലക്ക് കുഴിക്കുമ്പോ വെള്ളം വരുന്നോ? അപ്പോൾ ഹജ്ര ബീബി പാത്രം എടുത്ത് കുഞ്ഞിക്ക് വെള്ളം കൊടുക്കാൻ കീഴി. പിന്നീട് അവിടെ ഹജ്ര ബീബി ഒരു തണലും കെട്ടി. അപ്പോൾ കാക്ക മലർന്നു കൊടുക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്നു. അവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കുമ്പോൾ അവർ അതിശയോടെ നോക്കി. എന്താ ഇവിടെ ഒരു സ്ത്രീയും കുഞ്ഞിയും എന്ന് അതിശയോടെ നോക്കി. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഇവിടുന്ന് ഇച്ചിരി വെള്ളം എടുത്തോട്ടെ? അപ്പോൾ ഹജ്ര ബീബി പറഞ്ഞു, എടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നീട് അവർ കുളിച്ച് വെള്ളം എടുത്തു. ഇപ്പോൾ കുറേ കടകളും വന്നു അവിടെ. ഇപ്പോൾ എല്ലാരും മർവ എന്ന പർവ്വതത്തിൽ പോവാറുണ്ട്. എന്റെ ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് വിചാരിക്കും.